ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സ്റ്റൗ ഓണാക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞതിടാം, കുറച്ച് കറിവേപ്പില ഇടാം, ഒരു വലിയ തക്കാളി, 5-6 പച്ചമുളക്, ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായി ഒന്ന് വാടി വരണം. 2 തക്കാളി, കുറച്ച് വേപ്പിൻ്റെ ഇല, 5-6 പച്ചമുളക്, നന്നായി ഒന്ന് വാട്ടിയിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വാട്ടിയിടാം. കുക്കറിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. കുക്കറിലേ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയാണ്. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, ഒരു 5-10 വെളുത്തുള്ളി ചതച്ചത്, തൊണ്ടോടുകൂടി ചതച്ചതാണ്. ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണവും തൊലിയാണ് ചതച്ചെടുത്തത്. ഇതിലേക്ക് ഒരു അരമുറിയുടെ പകുതി നാളികേരക്കൊത്തിടാം. ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഒരു കിലോളം വരുന്ന താറാവ് ഇറച്ചിയാണ്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, മുഴുവൻ പെരിഞ്ജീരകമാണ്, മുഴുവനോടെയുള്ള പെരിഞ്ജീരകം, ഒരു 1/4 പകുതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ചെറിയ ടീസ്പൂണാണ്, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. നല്ലവണ്ണം ഉപ്പും മഞ്ഞൾപ്പൊടി, കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴുകിയെടുത്ത താറാവ് നന്നായി 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആ താറാവിലേക്ക് താറാവ് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടാം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. അത് ഇറച്ചി ഇതിലേക്ക് ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് താറാവ് ഇറച്ചിയിലേക്ക് പിടിക്കണം. ഇനി ആവശ്യത്തിന് നല്ല വേവുള്ളതാണ് താറാവ്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 5-6 വിസിലടിക്കും. ഒരു 4-5 ചുവന്നുള്ളി വലുത് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ലോണം മൊരിയിച്ച് കാച്ചൊഴിക്കും. താളിച്ചൊഴിക്കുക എന്നൊക്കെ പറയും. കറിയിലേക്ക് മുരിഞ്ഞ അതിലേക്ക് ഒഴിക്കാം.
ഉള്ളി മൊരിയിച്ചത് ചേർക്കാം. നന്നായി ഇളക്കാം. വറ്റിച്ചെടുക്കണം. വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് വറ്റിച്ചെടുത്ത താറാവ് റോസ്റ്റ് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ കാണാൻ പറ്റുന്നില്ല.